ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു. അല്ലേ? എസ്തർ, നാട്ടില് എവിടെയാണ് വീടൊക്കെ? നാട്ടില് ഞാൻ വയനാട്ടിലാണ് വരുന്നത്. വയനാട്ടിലാണ് വീടല്ലേ? അപ്പൊ നഴ്സിംഗ് പഠിച്ചതൊക്കെ എവിടെയാണ്? നഴ്സിംഗ് പഠിച്ചത് കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. BSc നഴ്സിംഗ് 4 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ജർമ്മനിക്ക് പോന്നു. അതെ. ഇപ്പൊ ജർമ്മനി വന്നിട്ട് എത്ര നാളായി? ജർമ്മനി വന്നിട്ട് ഞാനിപ്പോ ഒരു 3.5 മാസം ആവുന്നു. 3.5 മാസമായില്ലേ? ജർമ്മനി വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? സന്തോഷാണോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്, അടിപൊളിയാണ്. ജർമ്മനി എന്ന് പറയുന്നത് ഒരു ഡ്രീം കൺട്രി ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, അടിപൊളിയാണ്. നഴ്സിംഗ് കഴിഞ്ഞിട്ടാണോ ലാംഗ്വേജ് പഠിക്കാൻ പോയി? അത് നഴ്സിംഗിന്റെ കൂടെ തന്നെ ലാംഗ്വേജ് പഠിക്കുകയാണോ ചെയ്തേ? ഞാന് 4th ഇയർ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ജർമ്മനി എന്നുള്ളൊരു സംഭവം വന്നത് മനസ്സില്. അപ്പൊ ഞാൻ 4th ഇയർ കഴിയാനൊക്കെ ആവുമ്പോഴാണ് ഞാൻ ജർമ്മനിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അങ്ങനെ ഞാൻ 4th ഇയർ കഴിയാനായപ്പോ അതിന്റെ കൂടെ തന്നെ A1 A2 ഞാൻ പഠിച്ചു. A1 A2 ഓൺലൈൻ ആയിട്ടായിരുന്നു ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തു. പിന്നെ എന്റെ എക്സാം ഓൺലൈൻ ആയിട്ട് പഠിച്ചു. B1 B2 ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിച്ചു. അതായത് ഇപ്പം നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഇവിടെ വരാൻ പറ്റി. അപ്പൊ ശരിക്കും നഴ്സിംഗ് പഠനം കഴിഞ്ഞ എത്ര നാള് നാട്ടിൽ നിന്നു? ശരിക്കും എനിക്ക് രജിസ്ട്രേഷൻ ആയിട്ട് ഞാനൊരു 4 മാസം നിന്നിട്ടുള്ളൂ. രജിസ്ട്രേഷൻ നമുക്ക് നഴ്സിംഗ് പാസ്സായി നാട്ടിലെ രജിസ്ട്രേഷൻ ആവണല്ലോ. അത് കഴിഞ്ഞ് ശരിക്കും 4-5 മാസം നിന്നിട്ടുള്ളൂ മൊത്തത്തില്. അന്നേരത്തേക്കും ജർമ്മനിക്ക് പോരാൻ പറ്റിയില്ലേ? അപ്പൊ ഇപ്പൊ ജർമ്മനിയിൽ എവിടെയാണ്? ഇപ്പം ഞാൻ ജർമ്മനിയില് മ്യൂണിക്കില് മ്യൂൺഷൻ ക്ലിനിക് എന്ന് പറഞ്ഞ ക്രാങ്കൻ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏപ്രിൽ 15 വന്നു. 3-3.5 മാസമായി ഇവിടെ എത്തിയിട്ടില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞ ഫ്രഷാണ്. ജർമ്മനിയിൽ ഇങ്ങനെ പിച്ച് വെച്ച് തുടങ്ങുന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റുമല്ലേ? അതിന്റെയൊക്കെ എക്സ്പീരിയൻസ് ആണ്. വന്നപ്പോൾ എക്സ്പീരിയൻസ് അങ്ങനെയുള്ളതൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ? ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു ഷോക്കാണ്, എക്സൈറ്റ്മെന്റ് ആണ്. കൾച്ചറൽ ഷോക്ക്, ലാംഗ്വേജിന്റെ ഷോക്ക്, വർക്കിന്റെ കൾച്ചർ വ്യത്യാസം, ഫുഡിന്റെ കൾച്ചർ വ്യത്യാസം, ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ഒത്തിരി വ്യത്യാസം, നാട്ടിൽ നിന്ന് പോയതിന്റെ ഹോം സിക്ക് എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ സമയങ്ങളൊക്കെ? എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വരുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പം കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. നമ്മള് ഇത്രയും കാലം നിന്നൊരു സ്ഥലത്തുള്ള വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് പുതിയതാണല്ലോ. പ്രത്യേകിച്ച് ജർമ്മനി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഭാഷയാണ്. കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭാഷയും പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളിപ്പോ ഈവൻ ഞാൻ B2 കഴിഞ്ഞ് വന്ന ആളാണെങ്കിൽ പോലും എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പൊ എനിക്ക് ഇവര് പറയുന്ന ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മലയാളി ഗൈഡ് ഒന്നല്ലായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പൊ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ജർമ്മൻകാര് തന്നെയാണ് എന്നെ മീൻസ് എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നതും പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ആഴ്ചയിൽ നമുക്ക് ഒരു രജിസ്ട്രേഷൻ അങ്ങനെ കുറച്ച് പരിപാടികൾ, ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരാഴ്ച അപ്പൊ അവര് എന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളായി. അപ്പൊ വന്ന ദിവസം തൊട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ അപ്പൊ അതിന്റെ ഒരു പ്രശ്നം. പിന്നെ എന്താ പറയാ, എനിക്ക് വർക്കിന് കയറിയപ്പോൾ വർക്കിൻ്റെതായ എക്സ്പീരിയൻസ്, കാരണം എനിക്ക് അങ്ങനെ നാട്ടിൽ ഞാൻ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. എങ്ങനെയാണ് വർക്ക് എന്നൊക്കെ ഉള്ള എൻ്റെ ആ ഒരു നമ്മൾ ഇത്രയും കാലം സ്റ്റുഡൻ്റായി നിന്നിട്ട് ഒരു വർക്കിലേക്ക് കയറുമ്പോൾ ആ ഒരു വർക്ക് ലൈഫ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചിന്ത, അയ്യോ ഇനി ഇങ്ങനെയാണല്ലോ ജോലി ചെയ്ത് പോകണം, അങ്ങനെ ഒരു, കാരണം നമ്മൾ ഇത്രയും കാലം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് പേരൻസിന്റെ അടുത്ത് നിന്ന് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്റെ പപ്പയും അമ്മയും ഒക്കെ തന്നെയായിരുന്നു. മീൻസ് അവരെന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോകുന്നു, അവർ പറയുന്നു, അങ്ങനെ ഒരു കൾച്ചറായിരുന്നു എനിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ പൊതുവെ എല്ലാരും അതെ. അപ്പൊ എന്റെ അടുത്ത് അവര് പറഞ്ഞു, ഇനി ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കാൻ പറ്റില്ല, കാരണം നമ്മള് എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇവിടെ വന്നപ്പോ നാട്ടിൽ നിന്ന് 22 വയസ്സുള്ളൂ അല്ലേ? 23 വയസ്സ്.
നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കറങ്ങി അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് അവരെയൊക്കെ മിസ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയോ? ഇന്ത്യൻ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ജർമ്മൻ ഫ്രണ്ട്സ് അവിടെ ആ ഭാഗങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്ലി ആയിരുന്നു ഇവര്? നാട്ടിൽ ഇതുപോലെ വന്നപ്പോ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ മിസ് ചെയ്തു. കാരണം എല്ലാവരും UK അങ്ങനെ ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് പിന്നെയും കൂടുതൽ നോക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അവർ ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പം. പക്ഷെ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഒരു നമ്മുടെ ഡോയിഷ് ഒന്നും കൂടെ നമുക്കിപ്പോ ഈവൻ B2 ഉണ്ടെങ്കിലും അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരൊരു ഇന്റൻസീവ് ഡോയിഷ് ക്ലാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ അതില് പോയി. അപ്പൊ അതില് ഞാൻ മാത്രമേ ഒരാൾ ഇന്ത്യൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി വേറെ വേറെ കൺട്രീസ് നിന്നുള്ള ആൾക്കാരെ. ഇന്ത്യൻ മോള് മാത്രം ഉണ്ടായിരുന്നെങ്കിലും എസ്തർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വേറെ പുറത്തുനിന്നുള്ള മറ്റ് രാജ്യങ്ങൾ വേറെ രാജ്യങ്ങളിൽ. പക്ഷെ അവരെല്ലാരും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇപ്പൊ ക്രൊയേഷ്യ അങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ തന്നെയാണ് വന്നത്. അപ്പൊ അവർക്ക് എന്ന് പറയുമ്പം അവർക്ക് അറിയില്ല, പക്ഷെ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ആ പ്രൊനൗൺസിയേഷൻ ഒക്കെ കിട്ടാൻ എളുപ്പമാണ്. കുറെയൊക്കെ സ്കൂളുകളും അതെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നമുക്ക് എന്ന് പറയുന്ന തീരെ ഞാൻ പഠിച്ചില്ല. ഞാൻ ഈ 4th ഇയർ ആവുന്ന സമയത്താണ് ഞാൻ ജർമ്മനെ കുറിച്ച് തന്നെ അറിയുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ ആദ്യം അവരുമായിട്ട് ഇങ്ങനെ കമ്പനി ആയി. പിന്നെ നോക്കുമ്പോൾ പിന്നെ അവരൊക്കെ ഭയങ്കര കമ്പനിയാ, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഞങ്ങള് പഠിപ്പിക്കുന്ന ജർമ്മനില് ഇവിടെ മ്യൂണിക്കിൽ തന്നെയുള്ള ഒരു മാം ആയിരുന്നു ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നാട്ടിലെ ടീച്ചിങ്സും ഇവിടുത്തെ ജർമ്മൻ ടീച്ചിങ് തമ്മിലുള്ള എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നാട്ടിലിപ്പൊ ഞാൻ പഠിച്ചത് ഞാൻ ഗോethe ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ല പഠിച്ചത്, ഞാൻ അല്ലാണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ അവിടെ കൂടുതലും നമ്മളിപ്പം B2 കഴിഞ്ഞ ടീച്ചേഴ്സ് ഒക്കെ തന്നെയായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഫുൾ ജർമ്മനി തന്നെയുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കിപ്പോ ഇവിടുത്തെ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അവരൊരു കാര്യം പറയും, അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അവർ ജർമ്മനിൽ തന്നെയാണ് പറയുന്നത്. അപ്പോ നമ്മള് അത് ഇപ്പൊ ഒരു കാര്യം നമുക്ക് അവർ പറയുന്ന രീതിയിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അവരടുത്തത് വേറൊരു രീതിയിൽ ജർമ്മനിൽ തന്നെ പറയും. നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാലാണ് അവരടുത്തതിലേക്ക് പോകത്തുള്ളൂ. അതെ അതെ, അവര് ജർമ്മനിൽ തന്നെ പറയും. അപ്പൊ നമ്മള് പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വെച്ചാൽ അവരെ പോർഷൻ അങ്ങ് തീർത്ത് തരും. ചിലപ്പോൾ നമ്മൾ മനസ്സിലായോ എന്ന് അധികം ശ്രദ്ധിക്കാറില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അതല്ല ഇമ്പോർട്ടന്റ്, നമുക്ക് മനസ്സിലാക്കി അവർക്ക് ഉറപ്പ് വന്നാൽ അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോകും അല്ലേ? അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ എന്ന് പറയുമ്പോ എന്റെ പറയുന്നത് ഇങ്ങനെ എക്സാം ഓറിയന്റഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. കാരണം ഞാൻ എക്സാമിന് വേണ്ടിട്ട് പഠിക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന ഇമ്പ്രൂവ് ചെയ്യുന്ന പഠിപ്പിക്കുന്നത്. അതിൽ അവര് ഇതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലായി അവർ ജർമ്മനിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനം നമുക്കത് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഓക്കെ ഇത് ഇങ്ങനെയും പറയാം. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ച് വരും ഓരോ വാക്കുകളെ കുറിച്ചും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ മലയാളികൾ ഇവിടെ പൊതുവെ കുറവാണ്. ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിലാണെങ്കിലും മലയാളികൾ ഇല്ല. അതെ, ഇപ്പൊ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളവർ തന്നെയാണ് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ പള്ളിയിലൊക്കെ പോകുമ്പോ ഇങ്ങനെ മലയാളീസിനെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരുമായിട്ടും കമ്പനി ഉണ്ട്. പക്ഷെ അതല്ലാണ്ടുള്ള ഇപ്പൊ നഴ്സിംഗ് ഫീൽഡിൽ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എന്റെ പ്രായത്തിലുള്ള അങ്ങനെയൊന്നും ആരുമില്ല. ആ ഒരു രീതിയിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് കൂടുതൽ ജർമ്മൻ ഇവിടുത്തെ ആൾക്കാരായിട്ട് നമ്മള് മിങ്കിളാവും. നമുക്ക് കുറച്ചും കൂടെ ജർമ്മൻ ഒക്കെ നമുക്ക് എന്താ പറയാ ഓട്ടോമാറ്റിക്കലി അത് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നപ്പോഴേ ലോൺലിനെസ് ഒക്കെ ഉണ്ടായിരുന്നു? ലോൺലിനെസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ നാട്ടിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സും അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിന്റെ കൂടെയൊക്കെ അങ്ങനെ വന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വന്നപ്പം ഒറ്റക്കായ പോലെ എനിക്ക് തോന്നിയായിരുന്നു ഫസ്റ്റ് സമയത്ത്. കാരണം ആരുടെയും കൂടെ അല്ലല്ലോ വന്നത്. അതെ, ഒറ്റയ്ക്ക് വന്നപ്പോ അങ്ങനെ തോന്നി. പക്ഷെ നമ്മളിപ്പം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ നമ്മുടെ ഹാബിറ്റ്സിലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ അതെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ പറയാ, നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എൻഗേജ്ഡ് ആവുന്ന രീതിയിൽ കണ്ടുപിടിക്കും. ഇപ്പം ലൈക്ക് ഇപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ആദ്യമൊക്കെ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമുക്കിതിങ്ങനെ കാണാനും അതൊക്കെ പറ്റും. പിന്നെ നമ്മള് എന്താ പറയാ വർക്ക്ഔട്ട് ചെയ്യുക, എക്സസൈസ് ഒക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ബുക്സ് വായിക്കുക. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ബുക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇരുന്ന് വായിക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ
എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞ സാധനമേ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് കുക്കിംഗ് ഒക്കെ ഇപ്പൊ ചെറുതായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പല പല ശീലങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുമ്പോൾ സാധാരണ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഫുഡ് ഇങ്ങനെ മസാല ആക്കിയിട്ട് നമ്മളങ്ങനെ ഉപയോഗിക്കും. ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാ? ആ ഫുഡ് കൾച്ചറൊക്കെ എങ്ങനെയാ പെട്ടെന്ന്? ഇവിടെ ഇവര് എനിക്ക് ഏറ്റവും വലിയ ഡിഫറൻസ് ഇവിടെ ഇവര് മറ്റേ നമ്മുടെ എന്താ എരിവ് ഉപയോഗിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലോണം എരിവ് കൂട്ടി അങ്ങനത്തെ കറികളിലും എല്ലാം എരിവ് വേണമെന്ന് പറയുന്ന ആളാണ്. ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ വാറിലൊക്കെ? ഞാന് ഇവിടെ വന്ന ഒരു കഷ്ടപ്പെട്ട് വരണം നമ്മളത്. അതെ അതെ അതെ. ഇവിടുത്തെ ഫുഡ് എനിക്ക് പൊതുവേ എനിക്ക് അത്ര വലിയ നമുക്ക്, കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ എരിവ് ഇങ്ങനത്തെ ഒന്നും സാധനങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് സാധനങ്ങൾ കഴിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ സ്റ്റീം ചെയ്ത ഫുഡ്സ് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ആടിലൊക്കെ ആണെങ്കിലും അധികം മസാലകൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ നല്ല ഹെൽത്തി ആയിരിക്കും. അങ്ങനത്തെയാണ് ഇവർ കഴിക്കുന്നത്. നമുക്കത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. പക്ഷെ ഞാൻ ചിലതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ ചില സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷെ ചിലത് എനിക്ക് അത്രയും താല്പര്യമില്ല. അങ്ങനെ മിക്സായി പോകുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇനി കണ്ടിന്യൂസ് പ്രൂഫും കൊണ്ടല്ലേ? അതൊക്കെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? കണ്ടിന്യൂസ് പ്രൂഫിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് എക്സാം ഉണ്ട്. അപ്പൊ ഈ എക്സാം എന്ന് പറയുന്നത് 2 രീതിയിലുള്ള എക്സാം ഉണ്ടാവും. പ്രാക്ടിക്കലും നമ്മളെ നാട്ടില് ഉള്ള പോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടാവും. പിന്നെ അതല്ലാണ്ടുള്ള മെന്റർഷിപ്പ് പ്രൂഫിംഗ് എന്ന് പറയും, നേരിട്ടുള്ള എക്സാം. ഇപ്പൊ നാട്ടിലിപ്പോ വൈവ എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും വൈവ പോലെയല്ല, കുറച്ചും കൂടെ ഡീപ്പായിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. അങ്ങനത്തെ 2 രീതിയിലാണ് എക്സാംസ് ഉള്ളത്. അതാണ് ഈ കണ്ടിന്യൂസ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഇപ്പൊ എന്റെ ഹോസ്പിറ്റൽ, ഇപ്പൊ ഓരോ സ്ഥലത്തുള്ളതും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിന് അവരൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പം എനിക്ക് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്തതുകൊണ്ട് മെയിനായിട്ട് ഇവര് ഈ ഒരു റെക്കഗ്നേഷൻ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസും ഇവിടുത്തെ എക്സ്പീരിയൻസും തമ്മിൽ ഇക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പം എനിക്ക് നാട്ടില് തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ജസ്റ്റ് പഠിച്ചിറങ്ങി അങ്ങനെ വന്നു. അപ്പൊ എന്റെ നാട്ടിൽ ക്ലിനിക്കൽ അവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇക്വലൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു 270 hours ആണ് ഇവിടെ എനിക്ക് ഈ കോഴ്സ് വേണ്ടത്. അപ്പൊ എനിക്ക് ഈ കോഴ്സ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആഴ്ചയിലും 2 ദിവസം ഈ കോഴ്സും ക്ലാസ്സും ഉണ്ടാവും. പിന്നെ ബാക്കി 3 ദിവസം വർക്കും. അങ്ങനെയാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 2 ദിവസം ക്ലാസ് എന്ന് പറയുന്നത് 6 ബൈറ്റ്സ് ആയിട്ട്, അതായത് നമ്മുടെ ജോലി ടൈം ആയിട്ട് തന്നെയാണ് ഇവര് കണക്ക് കൂട്ടുന്നത്. അപ്പൊ നമുക്ക് സാലറിയും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യില്ല. അതൊക്കെ അതേപോലെ തന്നെ നമുക്ക് നോർമലി ഇപ്പൊ നമ്മൾ 5 ദിവസം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇവരുടെ ഇതിൽ തന്നെയാണ്, എഫേർട്ടിൽ തന്നെയാണ് ആ ക്ലാസ് നമുക്ക് തരുന്നത്. ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു പ്രൂഫിങ്ങിന് റെഡി ആണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവര് നമുക്ക് അതായത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുത്ത് തരിക. ഇല്ല അത് തുടങ്ങിയിട്ടില്ല. അത് ഇവര് എന്റെ അടുത്ത് പറഞ്ഞത്, നമ്മളിപ്പം ഇത് കുറച്ച് ഇന്റൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ നമുക്കത് നന്നായിട്ട് മനസ്സിലാവണം, എന്നാലാണ് നമുക്ക് കുറച്ച് സ്ട്രെസ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജർമ്മൻ പഠിക്കണം, ഇത് പഠിക്കണം, എല്ലാം കൂടെ ടെൻഷൻ വന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ അവർ എന്റെ അടുത്ത് പറഞ്ഞത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങാന്നുള്ള രീതിയിലാണ്. പിന്നെ എനിക്കത് പ്രശ്നമില്ല, കാരണം ഞാനും വിചാരിക്കുന്നത് അത് തന്നെയാണ് നല്ലത്. നമ്മളൊന്ന് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ടാവും. പിന്നെ എക്സാം പാസ് ചെയ്താൽ നമ്മൾ അപ്പൊ തന്നെ അറിയും പാസ്സായോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പൊ തന്നെ അറിയും. അങ്ങനെ പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് ഇവര് റെക്കഗ്നീഷൻ തരുന്നതും. പിന്നെ നമ്മളിവിടെ ഫുൾ ടൈം ഫുൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നഴ്സായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് എനിക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ബിഹേവിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വിചാരിച്ചു ഭയങ്കര അങ്ങനെയുള്ളവരുണ്ടാവും, അതിപ്പോ എല്ലാ നാട്ടിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളോട് റഫായിട്ട് ഇടപെടുന്നവരുണ്ടാവും, പക്ഷെ എന്താ പറയാ സ്മൂത്ത് ആയിട്ട് ഇടപെടുന്നവർ, അത് എല്ലാ നാട്ടിലും ഉണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ഭയങ്കര റഫായിട്ടുള്ളവരാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഇവിടുന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെയുള്ള സമയത്ത്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരൊരിക്കലും നമ്മൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ നമ്മുടെ ലാംഗ്വേജ് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടല്ല പറയുന്നത്, ഗ്രാമർ വെച്ചല്ല പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. അവര് നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കും. അവര് നമ്മൾ ഒരിക്കലും നീ പറഞ്ഞത് തെറ്റാണ്, അതെ, ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഇവിടെ. പിന്നെന്ന് പറയുന്നത് അതാണ് എനിക്ക് ഏറ്റവും അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഭയങ്കര നമുക്കൊരു റെസ്പെക്ട് ഫീൽ ചെയ്യും. അതിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും
എന്താ പറയാ എല്ലാരും ഇവിടെ എന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പൊ ഇവര് ഡോമിനന്റ് ആണ്, ഇവര് താഴെയുള്ളവരാണ്, അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാവരും ഒരേപോലെ, ഏത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ ഒരേ ഇതാണ് കൺസിഡർ ചെയ്യുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, കൂടുതലും അവർ അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ കൂടുതലും. അതായത് അവര് ഫ്രണ്ട്ലി. ഇപ്പം ഒരു അതെ ഡോക്ടറുടെ അടുത്ത് നമുക്കും നഴ്സിന്റെ അടുത്ത്, ഒരു നഴ്സിന് ഡോക്ടറുടെ അടുത്ത് എപ്പോ വേണമെങ്കിലും ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഡോക്ടേഴ്സ് നമ്മളോട് അതുപോലെ തന്നെയാണ്. വർക്ക് കൾച്ചർ ഹാപ്പി കൾച്ചറാണ്, അതെ 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 കൾച്ചറാണ്, സന്തോഷം തരുന്നത്. സന്തോഷം. പിന്നെ നമ്മളിപ്പോ പേഷ്യൻസ് ആണെങ്കിലും അതെ 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 പേഷ്യൻസ് ആണെങ്കിലും നമ്മളോട് അതേപോലെ തന്നെയാണ് ഇടപെടുന്നത്. ഭയങ്കര റെസ്പെക്റ്റോടെയാണ് നമ്മളും. അപ്പൊ നമുക്കും ഓട്ടോമാറ്റിക്കലി ആ ഒരു റെസ്പെക്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മള് ശരിക്കും അതെ അതെ ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര നമുക്ക് അങ്ങനെ വർക്കിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് തോന്നില്ല. പിന്നെ കറക്റ്റ് വർക്ക് ടൈം ആണ്. നമുക്ക് ഓവറായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഫ്രീ ആയി. നമുക്ക് പിന്നെ നമ്മുടെ സാധനത്തിന് പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം.